السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. بسم الله الرحمن الرحيم. ونريد أن نمن الذين استضعفوا في الأرض ونجعلهم أئمة ونجعلهم الوارثين. صدق الله العلي العظيم. ഏറ്റവും ബഹുമാനമുള്ള പണ്ഡിതന്മാർ, നേതാക്കൾ, പ്രിയമുള്ള സാഹിത്യോത്സവിൻ്റെ പ്രതിഭകളെ, സുഹൃത്തുക്കളെ, ഇന്ത്യയിലെ ഓരോ ദേശത്തിനും സാംസ്കാരികപരമായ ഉണർവ് പകർന്നുകൊണ്ട് നൈതികമായ സാഹിത്യത്തിൻ്റെ കലയുടെ പ്രതീകമായി സാഹിത്യോത്സവുകൾ പുരോഗമിക്കുകയാണ്. അവഗണിക്കപ്പെട്ട, മാറ്റി നിർത്തപ്പെട്ട ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ, സമൂഹത്തിൻ്റെ പ്രതീക്ഷയും വീണ്ടെടുപ്പിൻ്റെ ആനന്ദവേളകളുമൊക്കെയായി സാഹിത്യോത്സവുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആലപ്പുഴയിലെ ഹരിപ്പാട് വെച്ച് നടക്കുന്ന പ്രൗഢമായ ഈ സാഹിത്യോത്സവ വേദി ഇന്ത്യയിലെ വിവിധ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന സാഹിത്യോത്സവം എന്ന് പറയുന്ന മനോഹരമായ ഭൂപടത്തിലെ ഒരു കൊച്ചു ബിന്ദുവാണ്. സമൂഹത്തിൽ അവഗണിക്കപ്പെട്ട മനുഷ്യരെ, ഡൗൺ ട്രോഡനായിട്ടുള്ള അരികുവൽക്കരിക്കപ്പെട്ട, കമ്പാർട്ട്മെന്റലൈസ് ചെയ്യപ്പെട്ട മനുഷ്യരുടെ ജീവിതത്തിലേക്ക് പ്രതീക്ഷയുടെ വെളിച്ചം പകരാൻ ഈ സാഹിത്യോത്സവനാകുന്നു. സാഹിത്യോത്സവം സഹൃദയരായ മനുഷ്യരെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യനാണ് ലോകത്തെ ഏറ്റവും മനോഹരമായ പ്രമേയം. എങ്ങനെ മനുഷ്യൻ ലോകത്തെ മനോഹരമായ പ്രമേയമാവാതിരിക്കും? കാരണം അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണല്ലോ മനുഷ്യരുടെ നേതാവ്. ഏറ്റവും സമ്പൂർണനും ഏറ്റവും മാതൃകാപൂർണനുമായ വ്യക്തിത്വമായി, മനുഷ്യരായി ഹബീബരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിന് മാതൃക കാണിക്കുകയാണ്. അഫ്ളലുൽ ബശർ, മനുഷ്യരിലെ ഏറ്റവും മികച്ച മാതൃക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായി മാറുകയാണ്. ലോകത്തെ എല്ലാ മനുഷ്യരുടെയും നിയോഗം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വത്തിൽ നിന്ന് മാതൃകകൾ സ്വീകരിച്ചുകൊണ്ട് നല്ല മനുഷ്യനായി മാറുക എന്നുള്ളതാണ്. സാഹിത്യോത്സവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലേക്ക് അവിടുന്ന് മുന്നോട്ട് വെച്ച മനോഹരമായിട്ടുള്ള സ്വഭാവ വൈശിഷ്ട്യങ്ങളിലേക്ക് മനുഷ്യനെ പ്രവേശിപ്പിക്കുന്നതാണ്. വിശുദ്ധമായ ഇസ്ലാമിന്റെ അടിസ്ഥാനം അദ്ലും ഇഹ്സാനുമാണ്. നീതിയും നന്മയുടെ പ്രയോഗങ്ങളുമാണെങ്കിൽ ആ നീതിയുടെയും നന്മയുടെയും പ്രയോഗത്തിലേക്ക്, കാരുണ്യത്തിന്റെ വിശാലതയിലേക്ക് മനുഷ്യ സാകല്യത്തെ മാടി വിളിക്കുന്ന ഒരു ഇടപാടാണ് നമ്മുടെ സാഹിത്യോത്സവം എന്ന് പറയുന്നത്. കാരുണ്യം വറ്റി വരേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സാർത്ഥത കൂടിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യനിൽ വ്യക്തിപരമായ സങ്കുചിതത്വവും ചില കുടിലമായ ആശയ സങ്കുചിതത്വങ്ങളും മനുഷ്യനെ മറ്റു മനുഷ്യർക്ക് പ്രയോഗിക്കാൻ പറ്റാത്ത, ഉപകാരപ്പെടാത്ത മനുഷ്യനാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യക്തിപരമായി മനുഷ്യൻ അവനകത്തേക്ക് വല്ലാതെ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന
ഒരു കാലത്താണ് നമ്മൾ ഉള്ളത്. നമ്മളെ ജീവിതത്തെ നയിക്കുന്ന വ്യവസ്ഥിതികൾ മുഴുവനും കമ്പോളവും ക്യാപിറ്റലിസവും തുടർച്ചയായി നമ്മൾക്കകത്തേക്കു തന്നെ ചുരുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഒരു ബലൂണ് പോലെ അകത്തേക്ക് ഊതി വീർത്ത് ഞാൻ പിന്നെയും വിസിബിൾ ആകുന്നു എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം 90 കഴിഞ്ഞാലും വാർദ്ധക്യത്തിന്റെ വിഹ്വലതയിലും തന്റെ സാമ്പത്തിക ഇടപാടിലെ സിബിൽ സ്കോറിനെ കുറിച്ച് ആശങ്കപ്പെടുന്ന തോറ്റ മനുഷ്യരായി മാറുന്ന കാലത്താണ് സങ്കുചിതത്വത്തിന്റെ അനുഭവങ്ങൾ വ്യാപകമായി നമുക്ക് കാണുന്നത്. ആശയപരമായ സങ്കുചിതത്വങ്ങൾ മനുഷ്യനെ പിന്നെയും മറ്റൊരു തരത്തിൽ അവന്റെ പ്രയോഗത്തെ അസ്ഥിരപ്പെടുത്തുന്നു. വിവിധങ്ങളായിട്ടുള്ള മനുഷ്യവിരുദ്ധമായ, പ്രകൃതി വിരുദ്ധമായിട്ടുള്ള, നിയതമായ നിലപാടുകൾക്ക് വിരുദ്ധമായിട്ടുള്ള ആശയങ്ങൾക്കകത്തും മനുഷ്യൻ പലപ്പോഴും പെട്ടുപോകുന്നു. വർഗീയതയിലേക്ക്, ഭീകരവാദത്തിലേക്ക്, സയനിസത്തിലേക്ക്, അതേ പ്രകാരം വിവിധങ്ങളായിട്ടുള്ള അക്കാമ സ്വഭാവത്തിലുള്ള ആശയങ്ങളുടെ അകത്തേക്ക് മനുഷ്യൻ അറിയാതെ പെട്ടുപോകുന്ന കാലത്തുകൂടിയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല മഹിതമായ ദർശനത്തിൽ ജീവിക്കാൻ അവസരം കിട്ടിയ മനുഷ്യൻ പോലും അതിനകത്ത് രൂപപ്പെടുന്ന അപകടകരമായ കമ്പാർട്ട്മെന്റിലേക്ക് ഒതുങ്ങിപ്പോകുന്നത് വലിയ അപകടമാണ്. ഇസ്ലാം സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും അതിവിശാലമായ സഹിഷ്ണുതയുടെയും മതമാണ്. പക്ഷേ ആ ഇസ്ലാമിക ജീവിതത്തിൽ മുസ്ലിം സാകല്യം, മുസ്ലിം മുഖ്യധാര വളരെ സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടെയും ആ ഇസ്ലാമിന്റെ പണ്ഡിതരുടെ കീഴിൽ അഭിമാനത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് ചിത്രത സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളും വ്യാപകമായി നടക്കുന്നു. അങ്ങനെ ഇസ്ലാമിനകത്ത് ഇസ്ലാമിന്റെ പേരിൽ ചില കമ്പാർട്ട്മെന്റുകൾ രൂപപ്പെടുന്നു. ആശയപരമായ സങ്കുചിതത്വങ്ങൾ. ആ സങ്കുചിതത്വങ്ങൾ വഹാബിസമാവട്ടെ, സലഫിസമാവട്ടെ, മൗദൂദിസമാവട്ടെ, പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെയും റാഡിക്കൽ ഇസ്ലാമിന്റെയും വിവിധങ്ങളായ പ്രയോഗങ്ങൾ മനുഷ്യനെ ആശയപരമായ അപകടകരമായിട്ടുള്ള സങ്കുചിതത്വങ്ങളിൽ കൊണ്ടെത്തിക്കുകയാണ്. അത് മഹിതമായ ഈ ദർശനത്തെ വളരെ മോശമായി അടയാളപ്പെടുത്തുന്നത് നമുക്ക് കാണാം. മൗദൂദിസവും പൊളിറ്റിക്കൽ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന അത്തരം പ്രസ്ഥാനങ്ങൾ, ഇഖ്വാനുൽ മുസ്ലിം, ബ്രദർഹുഡ്, അന്നഹ്ദ തുടങ്ങിയിട്ടുള്ള ആഗോളതലത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അത്തരം ഇസ്ലാമിക വിരുദ്ധമായ, എന്നാൽ ഇസ്ലാമിന്റെ ലേബലിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങൾ, അത്തരം പ്രസ്ഥാനങ്ങൾ നമ്മൾ ആശയപരമായ സങ്കുചിതത്തിലേക്ക് കൊണ്ടെത്തിക്കും. റാഡിക്കൽ സലഫിസം നമ്മൾ ആശയപരമായ സങ്കുചിതത്തിലേക്ക് കൊണ്ടെത്തിക്കും. അതാണ് പലർക്കും അപകടകരമായി ഭവിച്ചത്. ഇസ്ലാമിന്റെ വിശാലമായ കാഴ്ചപ്പാടിനെ, അഫുവിന്റെ വിശാലമായിട്ടുള്ള മനുഷ്യനെ സ്വീകരിക്കുന്ന കാഴ്ചപ്പാടിനെ തിരിച്ചറിയാൻ ഇത്തരം പ്രസ്ഥാനങ്ങൾക്ക് സാധിക്കില്ല. അതുകൊണ്ടാണ് ബഹുന്നരായ സുൽത്താനുൽ ഉലമ AP ഉസ്താദ് ഇന്ത്യക്കാരുടെ മുഴുവനും നേതാവായി മാറുന്ന തരത്തിൽ നിമിഷപ്രിയയുടെ വിഷയത്തിൽ ഇടപെട്ടപ്പോൾ അത് ഉൾക്കൊള്ളാനുള്ള ശേഷി ഇപ്പോഴും റാഡിക്കൽ സെലഫിസ്റ്റുകൾക്കും പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ മൗദൂദിസ്റ്റുകൾക്കും സാധിക്കാതെ വരുന്നത് അതുകൊണ്ടാണ്. ഈ വിശാലമായ ഇസ്ലാമിന്റെ പ്രയോഗത്തെ മനസ്സിലാക്കാനുള്ള ശേഷിയില്ലാതെ മനുഷ്യത്വ വിരുദ്ധമായ പ്രസ്ഥാനങ്ങളായി അവകൾ മാറിയതുകൊണ്ടാണ്. സാഹിത്യോത്സവ്, SSF അത്തരം സങ്കുചിത നിലപാടുകൾക്കെതിരെ കൃത്യമായ നിലപാട് പറഞ്ഞുകൊണ്ട് സമൂഹത്തെ നയിക്കുന്ന ഈ SSFന്റെ പ്രവർത്തന വൃന്ദത്തെ നയിക്കുന്ന ഏറ്റവും ദിശണയുള്ള പ്രസ്ഥാനമാണ്. പണ്ഡിതന്മാരുടെ കീഴിലാണ് നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. പണ്ഡിതന്മാരുടെ കീഴിൽ പ്രവർത്തിക്കുന്നതിനെ പരിഹസിക്കുന്ന സമൂഹം പോലും ഇന്ന് ആ ജ്ഞാനികളായ പണ്ഡിതരുടെ കീഴിൽ പ്രവർത്തിക്കലാണ്. എനിക്കും അതിനൊരു അവസരം തരുമോ എന്ന് ചോദിക്കുന്ന തരത്തിലേക്ക് അതിമനോഹരമായ ഇടപെടലുകളായി ബഹുന്നരായ സുൽത്താനുൽ ഉലമയും അതേ പ്രകാരം തന്നെ ഹബീബ് ഉമർ ഹഫീദും ഒക്കെ ലോകത്തിന്റെ മാതൃകയായി, സൂര്യോദയങ്ങളായി നമ്മുടെ മുന്നിൽ ഉദിച്ചു നിൽക്കുകയാണ്. ലോകം അവരെ കൂടുതൽ വായിക്കുകയാണ്. ഉസ്താദിന്റെ വിശ്വാസപൂർവം ലോകം മലയാളികൾ ആവേശപൂർവം കഴിഞ്ഞ കുറഞ്ഞ ദിവസങ്ങളിൽ കൂടുതൽ വാങ്ങിക്കൊണ്ട് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹബീബ് ഉമർ ഹഫീദ് രചിച്ചിട്ടുള്ള ഇഹ്യയുടെ സംക്ഷിപ്ത രൂപമായ ആ കിതാബിന്റെ മലയാള പരിഭാഷ
ഇന്ന് IPBക്ക് ഏറ്റവും വിൽപ്പനയുള്ള പുസ്തകമായി മാറിയിരിക്കുകയാണ്. ലോകത്ത് ഈ സഹിഷ്ണുതാപരമായ ഒരു ഇടപാട് പണ്ഡിതരുടെ ധിഷണയിൽ നിന്നുണ്ടായപ്പോൾ അത് മനുഷ്യർക്ക് പ്രകാശമായി, അവർക്ക് ജ്ഞാനമായി ഭവിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ സമാധാനത്തിന്റെ ഇസ്ലാം പ്രചരിക്കുന്നത് ഈ അർത്ഥത്തിലുള്ള വിഘടനവാദികൾക്ക്, തീവ്ര കാഴ്ചപ്പാടുകൾക്ക്, മിലിറ്റന്റ് പ്രസ്ഥാനങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അവിടെയാണ് നമ്മുടെ ഇസ്ലാമിന്റെ മനോഹരമായ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മനോഹരമായ ഈ കാഴ്ചയുടെ ഈ സൗന്ദര്യത്തിന്റെ മഹത്വത്തെ നമ്മൾ തിരിച്ചറിയേണ്ടത്. അവർക്ക് ഇസ്ലാമിന്റെ പണ്ഡിതർ ഈ സമൂഹത്തെ സമാധാനത്തോടെ നയിക്കുന്നത് കാണാൻ ശേഷിയില്ലാത്തവരാണ്. ഇസ്ലാമിന്റെ പേരിൽ തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇവിടത്തെ ഇത്തരം ഇസ്ലാമിസ്റ്റ് റാഡിക്കൽ പ്രസ്ഥാനങ്ങളെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ SSFകാരനെ സംബന്ധിച്ചിടത്തോളം, സാഹിത്യോത്സവിലെ മത്സരാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവന് നിരന്തരമായി ലഭിക്കുന്ന സന്ദേശം ഉലമയുടെ കീഴിൽ ദിശണയോടെ നിലനിൽക്കുക എന്നതാണ്. കഴിഞ്ഞ കാലങ്ങളിൽ മുഴുവനും ഉലമാക്കൾ സമൂഹത്തെ ഈ ദിശണയോടെയാണ് നയിച്ചത്. മഖ്ദൂം തങ്ങൾ ഈ സമൂഹത്തിന് ദിശണ പകർന്നത് ഈ രാജ്യത്തെ ഭരണകൂടത്തിന്റെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ആ ഭരണകൂടത്തിന്റെ പരിധിയിൽ തന്നെ ഒരു സമ്പൂർണ്ണ മുസ്ലിമായി ജീവിക്കാനുള്ള ശേഷി ഇസ്ലാമിനുണ്ട് എന്ന് പഠിപ്പിച്ചിട്ട് തന്നെയാണ് മഖ്ദൂം തങ്ങൾ പ്രവർത്തിച്ചത്. പക്ഷേ മൗദൂദിസ്റ്റുകൾക്ക് അത് കേൾക്കാൻ താല്പര്യമില്ല, അത് പ്രയോഗിക്കാൻ താല്പര്യമില്ല. മമ്പുറന്തങ്ങൾ ഇവിടെ ഒരു രാജ്യം സൃഷ്ടിക്കാൻ ശ്രമിച്ചിട്ടില്ല. മമ്പുറന്തങ്ങൾ ഈ വ്യവസ്ഥിതിയുടെ അനുഗുണമായ സഞ്ചാരത്തിന് വേണ്ടി മുന്നിൽ നിൽക്കുകയാണ് ചെയ്തത്. അതേ പ്രകാരം തന്നെയാണ് എല്ലാ കാലത്തും ഉലമാക്കൾ ചെയ്തിട്ടുള്ളത്, ഹാജ തങ്ങൾ ചെയ്തിട്ടുള്ളത്, ലോകപ്രസിദ്ധരായ അയിമ്മത്ത് ചെയ്തിട്ടുള്ളത്. അയിമ്മത്ത് മുഴുവനും ആ സമൂഹത്തിന്റെ സമാധാനത്തിനായിരുന്നു ഏറ്റവും വലിയ പ്രാമുഖ്യം നൽകിയിട്ടുള്ളത്. പക്ഷേ റാഡിക്കൽ സെലഫിസ്റ്റുകൾക്കോ അല്ലെങ്കിൽ ഈ മിലിറ്റന്റ് മൗദൂദിസ്റ്റുകൾക്കോ ഒരിക്കലും തന്നെയും ഈ നിലപാടിന്റെ കൂടെ നിൽക്കാൻ കഴിയില്ല. ഇങ്ങനെ വളരെ നാരോ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ഡൊമസ്റ്റിക് നിലപാടുകൾ, കുഞ്ഞു കുഞ്ഞു നിലപാടുകളെ കൊണ്ട് നമ്മളെ ഇങ്ങനെ വേർതിരിക്കാൻ ശ്രമിക്കുന്ന ആളുകളെ നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം നിലപാടുകളിൽ കാർക്കശ്യം പുലർത്തുന്നത്. നമ്മുടെ നിലപാടുകൾ അത് പണ്ഡിതോചിതമായിരിക്കണം, പണ്ഡിതരുടെ നിലപാടിന്റെ തുടർച്ചയായിരിക്കണം. അതായിരിക്കും നമ്മുടെ രാഷ്ട്രീയ നിലപാട്, അതായിരിക്കും നമ്മുടെ തിരഞ്ഞെടുപ്പ് നിലപാട്, അതായിരിക്കും നമ്മുടെ മനുഷ്യത്വപരമായിട്ടുള്ള എല്ലാതരം നിലപാടുകളും. അതങ്ങനെ ആകുമ്പോഴുള്ള സമാധാനത്തെ ഇഷ്ടപ്പെടുന്നവരാണ് ഇസ്ലാമുകൾ. അതിനപ്പുറത്തെ സമാധാനത്തെ ഇഷ്ടപ്പെടാത്ത സമൂഹത്തിന് വളം വെച്ചു കൊടുക്കുന്ന നിലപാടുകൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാത്തത് അതുകൊണ്ടാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. നമുക്ക് ഈ മനുഷ്യരെ കുറിച്ച് ഒരുപാട് സംസാരിക്കാനുണ്ട്. മനുഷ്യര് വിവിധങ്ങളായ പ്രതിസന്ധികൾ അനുഭവിക്കുന്നുണ്ട്. ഒരു നിമിഷപ്രിയയുടെ വിഷയം മാത്രമല്ല, ഇന്ത്യയിലുടനീളം ലോകത്തുടനീളം മനുഷ്യർ വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ആ വിഷമങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യരെ പറ്റി നമ്മുടെ വിചാരം എന്താണ്? ഫലസ്തീനിലെ പാവപ്പെട്ട മനുഷ്യരുടെ വിഷമത്തിൽ ഇവിടത്തെ മറ്റു ഇസ്ലാമിനകത്തെ അവാന്തര പ്രസ്ഥാനങ്ങളുടെ താല്പര്യം എന്താണ്? അവർക്ക് തങ്ങളുടെ സങ്കുചിതമായ ആശയങ്ങളെ പ്രചരിപ്പിക്കാനുള്ള അവസരങ്ങളായിട്ടാണ് പലപ്പോഴും ഫലസ്തീനിലെ മനുഷ്യരുടെ ചോരയെ, അവരുടെ വിഹ്വലതയെ ഇവരെല്ലാവരും ഉപയോഗപ്പെടുത്തിയത്. ഈ നാട്ടിലെ മനുഷ്യരുടെ ചോര തിളപ്പിച്ചുകൊണ്ട് തങ്ങളുടെ പ്രസ്ഥാനത്തിന് കുറച്ചുകൂടി മൈലേജ് കിട്ടാൻ എങ്ങനെ ഫലസ്തീനികൾ ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്നാണ്, പാവപ്പെട്ട ഫലസ്തീനികളുടെ അടിത്തട്ട് മനുഷ്യരുടെ ദൈനവിലാപങ്ങളെ എങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്നാണ് മൗദൂദിയൻ നിലപാടുകാർ ഇവിടെ ശ്രമിച്ചത്. അതേസമയം ഉലമാ നമ്മളോട് പറഞ്ഞ നിലപാടെന്താണ്? ഈ പ്രസ്ഥാനം അഹ്ലുസുന്ന നമ്മളോട് പറഞ്ഞ നിലപാടെന്താണ്? ആ സഹോദരങ്ങളെ സഹിഷ്ണുതപൂർവ്വം ചേർത്ത് പിടിക്കുകയും അവർക്ക് വേണ്ടി റബ്ബിനോട് ദുആ ചെയ്യുകയും ആ മനുഷ്യരുടെ പോലെയുള്ള അനുഭവങ്ങൾ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി നമ്മുടെ രാജ്യത്തെയും സമാധാനത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തണമെന്നാണ് നമ്മളോട് പണ്ഡിതന്മാർ പഠിപ്പിച്ചത്. ഒരു യുദ്ധവും നമുക്ക് ആവേശമല്ല. എല്ലാ യുദ്ധത്തിലും മനുഷ്യരാണ് അനാഥരാക്കപ്പെടുന്നത്. യതീമുകൾ ഉണ്ടാകുന്നു, വിധവകൾ ഉണ്ടാകുന്നു, രാജ്യങ്ങളും സിസ്റ്റങ്ങളും സംവിധാനങ്ങളും തകർക്കപ്പെടുന്നു. നമുക്കതിനോട് യോജിക്കാൻ പറ്റില്ല. ഇറാനും ഇസ്രായേലും യുദ്ധം നടത്തുമ്പോൾ നമ്മുടെ ചാനലുകൾ നമുക്കെറിഞ്ഞു തല്ലുന്ന എല്ലും കഷ്ടം വെച്ചുകൊണ്ട് ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിലെ കളി കാണുന്നത് പോലെ ഗാലറിയിൽ നിന്ന് കൈയടിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം നമ്മൾ മുസ്ലിമീങ്ങളാണ്, നമ്മൾ ദിശണയുള്ള ഉലമാഇന്റെ പിന്നിൽ സഞ്ചരിക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മൾ ആ നിലപാടെടുത്തില്ല. നമുക്ക് ഇറാനാവട്ടെ ഇസ്രായേൽ ആവട്ടെ ആര് ബോംബെറിഞ്ഞാലും മനുഷ്യരെ, സിവിലിയൻസിനെ കൊല്ലാൻ,
സിവിലിയൻസിനോടുള്ള ഒരു യുദ്ധത്തെ ഇസ്ലാം ചെറിയ അളവിലും വലിയ അളവിലും പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന നിലപാട് നമുക്ക് ഒരിക്കലും തന്നെയും നമുക്ക് അതിനെ തകർത്ത് കളയാൻ അല്ലെങ്കിൽ അതിൽ നിന്ന് വ്യതിചലിച്ചു പോവാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ യുദ്ധം നമുക്ക് ഒരു ഫുട്ബോൾ കളിയല്ല, ഒരു ക്രിക്കറ്റ് മാച്ച് അല്ല എന്നുള്ള തിരിച്ചറിവ് അതുകൊണ്ടാണ് നമുക്കുണ്ടാവുന്നത്. യുദ്ധത്തിന്റെ ഇരകളായി ഫലസ്തീനിലും, അതേ പ്രകാരം തന്നെ വംശീയതയുടെ ഇരകളായി മ്യാൻമാറിലും, അതുപോലെ യുദ്ധത്തിന്റെ തന്നെ ഇരകളായി യുക്രൈനിലും, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലുമൊക്കെ ദൈന്യത അനുഭവിക്കുന്ന മനുഷ്യരെ പറ്റി സഹിഷ്ണുതയോടുകൂടെ, സ്നേഹത്തോടുകൂടെ, കാരുണ്യത്തോടുകൂടെ നിലപാടെടുക്കാൻ നമുക്ക് ശേഷി ഉണ്ടാവുമ്പോഴാണ് നമ്മൾ മനുഷ്യരാവുന്നത്. പിന്നെയും ആ മനുഷ്യരുടെ യുദ്ധത്തിൽ നിന്ന് തങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിന് ഇന്ധനം കിട്ടുമോ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ആ യുദ്ധത്തെ മാർക്കറ്റാക്കുന്നത് ഏറ്റവും അപകടകരമായ മനുഷ്യവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ വിഷമിക്കുന്ന മനുഷ്യർ നമ്മുടെ രാജ്യത്ത് പിന്നെയും അരികവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആസാമിൽ നൂറുകണക്കിന് മനുഷ്യരെ, 1000-ലധികം മനുഷ്യരുടെ പൗരത്വം കളഞ്ഞുകൊണ്ട് അവരെ തെരുവിലേക്ക് ഇറക്കി വിട്ടിരിക്കുകയാണ്. നൂറുകണക്കിന് വീടുകൾ, മസ്ജിദുകൾ തകർക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തെ ഭരണകൂടം ഏറ്റവും അക്രമപരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ബീഹാറിലെ മനുഷ്യരെ രണ്ടാക്കി തിരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പശ്ചിമ ബംഗാളിലും അപ്രഖ്യാപിത NRC നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. നിശബ്ദമായി അവിടെ നടക്കുന്ന വിലാപങ്ങളെ കേൾക്കുന്ന ഒരു തമ്പുരാനുണ്ട്. നിശബ്ദമായ ആ വിലാപങ്ങളെ ഏറ്റവും യുക്തിപൂർവം പരിഹരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ, ഭീഷണിയുള്ള പ്രസ്ഥാനങ്ങൾ നടത്തണം. അതാണ് SSF നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വൺ ഡ്രോപ്പ് പദ്ധതിയിലൂടെ നമുക്കറിയാമല്ലോ, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഗ്രാമങ്ങളിൽ അടിസ്ഥാന മനുഷ്യർക്ക് രാഷ്ട്രീയ ബോധം ഉയർത്താൻ വേണ്ടി അവരുടെ ചിന്തകളെയും വിദ്യാഭ്യാസങ്ങളെയും പ്രയോഗിച്ചുകൊണ്ട് അവരെ നിവർന്നു നിന്ന് പ്രതികരിക്കാൻ ശേഷിയുള്ള മനുഷ്യരാക്കി മാറ്റാനുള്ള ശ്രമങ്ങളാണ് SSF നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യയിലുടനീളം 5000-ലധികം കമ്മ്യൂണിറ്റി സെന്ററുകൾ സ്ഥാപിച്ചുകൊണ്ട് ആ മനുഷ്യർക്ക് തണലേകാൻ, അവരെ നാളെയിൽ പ്രതികരണ ശേഷിയുള്ള ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ അകത്ത് നിന്ന് അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാൻ ശേഷിയുള്ള മനുഷ്യരാക്കി മാറ്റാൻ SSFന്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാഹിത്യോത്സവങ്ങൾ അത്തരം മനുഷ്യരെയാണ് സൃഷ്ടിച്ചെടുക്കുന്നത്. കാശ്മീരിൽ മണിക്കൂറുകളോളം നടന്നു ചെന്നിട്ട് മലമുകളിലെ മലയുടെ ഹില്ലേരികളിൽ താമസിക്കുന്ന മനുഷ്യർക്ക് ആ മനുഷ്യരെ വിദ്യാഭ്യാസത്തിന്റെയും പ്രതികരണ ശേഷിയുടെയും ഇടങ്ങളിലേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുവന്നത്, അവരെ കൈപ്പിടിച്ചു കൊണ്ടുവന്നത് സാഹിത്യോത്സവമാണ്. പശ്ചിമബംഗാളിലും അതെ, ബീഹാറിലും UP-യിലുമൊക്കെ പാവപ്പെട്ട മനുഷ്യരെ, ആ ശബ്ദമില്ലാത്ത മനുഷ്യർക്ക് ശബ്ദം പകരാനുള്ള ശേഷിയെയാണ് SSF ഈ പ്രസ്ഥാനം സുൽത്താനുൽ ഉലമ അടക്കമുള്ള പണ്ഡിതരുടെ നേതൃത്വത്തിൽ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാ സമൂഹത്തിന്റെയും വേദനകൾ പ്രധാനമാണ്. കർഷകരുടെ വേദനകൾ നമുക്ക് പ്രധാനമാണ്. മത്സ്യത്തൊഴിലാളികളുടെ വേദനകൾ, അവരുടെ നിശബ്ദ വിലാപങ്ങൾ നമുക്ക് പ്രധാനമാണ്. വർണ്ണമുള്ളവന്റെയും വർണ്ണമില്ലാത്തവന്റെയും വികാരങ്ങൾ നമുക്ക് പ്രധാനമാണ്. കാരണം വിശുദ്ധമായ ഇസ്ലാം, വിശുദ്ധമായ ഖുർആൻ, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു എന്ന് പറയുന്ന മനുഷ്യ സാകല്യത്തെ, സ്നേഹത്തിന്റെ വിശാലമായ ഇടനെഞ്ചുകൊണ്ട് ചേർത്തു പിടിക്കുന്ന ആശയത്തിന്റെ വക്താക്കളാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ എല്ലാ മനുഷ്യരുടെയും വിലാപങ്ങൾ നമുക്ക് പ്രധാനമാണ്. ആ മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ് നമ്മൾ. നമ്മുടെ തന്നെ സങ്കുചിത്വത്തിന്റെ ആ തോടുകൾ പൊട്ടിച്ചുകൊണ്ട് പുറത്തിറങ്ങിക്കൊണ്ട് അപരന്റെ വേദനകൾ കേൾക്കാൻ, അത് പരിഹരിക്കാൻ വേണ്ടി പ്രവർത്തിക്കേണ്ടവരാണ് നമ്മൾ. ആ വേദനകൾക്ക് ചെവി കൊണ്ടില്ലെങ്കിൽ നാളെ റബ്ബുൽ ആലമീനായ തമ്പുരാൻ അവന്റെ കോടതിയിൽ നമ്മളോട് ചോദിക്കും, എന്റെ അടിമകൾക്ക് വേണ്ടി കാരുണ്യപൂർവ്വം നീ പ്രവർത്തിച്ചില്ല എന്നുള്ള ചോദ്യം നമുക്കുണ്ടാവും. നമ്മൾ അതുകൊണ്ടാണ് സംഘടനാ പ്രവർത്തകരാകുന്നത്, നമ്മൾ അതുകൊണ്ടാണ് സാംസ്കാരിക പ്രവർത്തകരാകുന്നത്, നമ്മൾ അതുകൊണ്ടാണ് ദീനി ദഅവത്തിന്റെ പുരോഗതിയിൽ ഈ മനുഷ്യരെ മുഴുവനും ചേർത്ത് പിടിക്കുന്നത്. ഈ നാട്ടിലെ രാഷ്ട്രീയ പ്രവർത്തകർ, രാഷ്ട്രീയ നേതൃത്വം മനുഷ്യരുടെ പ്രശ്നത്തിൽ ഇടപെടാതിരിക്കുമ്പോൾ നമുക്ക് ശക്തമായി ശബ്ദിക്കേണ്ടി വരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നമ്മുടെ സാഹിത്യോത്സവങ്ങൾ, ഓരോ ഗ്രാമത്തിലെ സാഹിത്യോത്സവം, ഓരോ സെക്ടറിലെയും ഡിവിഷനിലെയും ഓരോ ജില്ലയിലെ സാഹിത്യോത്സവം വിവിധങ്ങളായ തീമുകൾ ചർച്ച ചെയ്യുകയാണ്. അരികവൽക്കരിക്കപ്പെട്ട മനുഷ്യരെ കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. SSF എൻഡോൾ സൽഫാൻ ബാധിതരായ മനുഷ്യരെ കുറിച്ച് കാസർഗോഡ് ചർച്ച ചെയ്യുകയാണ്.
ആ മനുഷ്യരുടെ വേദനകൾ എത്രമേൽ തീഷ്ണമാണ്. അതേ പ്രകാരം തന്നെ കടപ്പുറത്തുള്ള മനുഷ്യരെ പറ്റി മറ്റൊരു ജില്ല ചർച്ച ചെയ്യുന്നു, കർഷകരെ കുറിച്ച് വേറൊരു സമൂഹം ചർച്ച ചെയ്യുന്നു. ഈ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ മനുഷ്യരെ പറ്റി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് നമ്മൾക്കപ്പുറത്തേക്ക് നമ്മളുടെ ജീവിതത്തിന്റെ സ്വസ്ഥതകളിൽ നിന്ന് പുറത്തു കടന്നുകൊണ്ട് മറ്റു മനുഷ്യരുടെ ജീവിതത്തെ കുറിച്ച് നമ്മളിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ദീനുൽ ഇസ്ലാമിന്റെ ഈ പ്രസ്ഥാനത്തിന്റെ പ്രചോദനം കൊണ്ടാണ് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. അതുകൊണ്ട് തന്നെ സാഹിത്യോത്സവിലെ പ്രതിഭകൾക്ക് വലിയ ദൗത്യമുണ്ട്. ആ ദൗത്യം ഈ സമൂഹത്തിന്റെ എല്ലാ ഉച്ചനീചനങ്ങൾക്കെതിരെയും എല്ലാ അടിച്ചമർത്തലുകൾക്കെതിരെയും അത് വളരെ കൃത്യമായി ദിശണാപൂർവം നമ്മുടെ ഭരണഘടന നൽകുന്ന വിശാലമായ സ്വാതന്ത്ര്യത്തിന്റെയും അവകാശത്തിന്റെയും പരിധിയിൽ വെച്ചുകൊണ്ട് സ്ഥിതി സമത്വത്തിന് വേണ്ടിയും മാനുഷിക പുരോഗതിക്ക് വേണ്ടിയും പ്രവർത്തിക്കുക എന്ന ദൗത്യമാണ് SSFന്റെ പ്രവർത്തകർക്കുള്ളത്. ആ ഒരു പ്രവർത്തനത്തെ എല്ലാ അർത്ഥത്തിലും പ്രയോഗിക്കണം. കവിതയിലൂടെ പ്രയോഗിക്കണം, കഥയിലൂടെ പ്രയോഗിക്കണം, പ്രഭാഷണങ്ങളിലൂടെ പ്രയോഗിക്കണം, എഴുത്തിലൂടെയും വരയിലൂടെയും മനുഷ്യരോടുള്ള വിവിധങ്ങളായ സംവാദങ്ങളിലൂടെയും ആ ഒരു അർത്ഥത്തെ പ്രയോഗിച്ചുകൊണ്ട് മനുഷ്യരെ കൂടുതൽ നന്മയുള്ള മനുഷ്യരാക്കി നമ്മൾ മാറ്റാൻ ശ്രമിക്കണമെന്നാണ് ഈ സമയത്ത് വളരെ ചുരുക്കി നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്. അപ്പോഴാണ് നമ്മൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള മനുഷ്യരായി മാറുന്നത്. നമ്മൾ ജനിക്കുമ്പോൾ നല്ല മനുഷ്യരായിരുന്നു, പക്ഷേ സാഹചര്യങ്ങൾ നമ്മളെ ചിലപ്പോൾ ആ മനുഷ്യത്വത്തിന്റെ നന്മയിൽ നിന്ന് വഴിതെറ്റി സഞ്ചരിപ്പിച്ചിട്ടുണ്ടാവാം. എന്നാൽ സാഹിത്യോത്സവം നമ്മളെ വിളിക്കുന്നത് പിന്നെയും നല്ല മനുഷ്യനാവാൻ വേണ്ടിയാണ്, മനുഷ്യർക്ക് ഏറ്റവും നല്ല കാവലുള്ള മനുഷ്യരായി പ്രവർത്തിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ അരാജകത്വത്തിനെതിരാകുന്നത്, അതുകൊണ്ടാണ് നമ്മൾ അധമലഹരിക്കെതിരെ നിൽക്കുന്നത്, അതുകൊണ്ടാണ് വർഗീയതക്കെതിരെ നമ്മൾ നിൽക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ഭീകരവാദത്തിനെതിരെ നിൽക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ നന്മയെ നിർമ്മിക്കാൻ ശ്രമിക്കുന്നത്. ഇന്ന് നീ മരണപ്പെടുമെന്ന് ഉറപ്പായാലും നിന്റെ കരങ്ങളിലുള്ള ഒരു വൃക്ഷത്തിന്റെ തൈ നട്ടിട്ട് മരിച്ചു പോവണമെന്ന് പഠിപ്പിച്ചു തന്ന മഹാനരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാളേക്ക് വേണ്ടി ചിന്തിക്കാൻ, നാളെയുള്ള മനുഷ്യർക്ക് വേണ്ടി ചിന്തിക്കാൻ, നമ്മൾ ആസ്വദിക്കുന്നത് മുഴുവനും ഇന്നലെ ആരോ നമുക്ക് ഒരുക്കി വെച്ചതാണെന്ന് മനസ്സിലാക്കാനുള്ള ശേഷി നമുക്കുണ്ടാവണമെന്നാണ് ഈ സാഹിത്യോത്സവിന്റെ സന്ദേശം. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു നമ്മുടെ ധർമ്മത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വനുരീദു അന്നമുന്ന അലല്ലദീന സ്തുദഇഫു ഫിൽ അർദ് വനജഅലഹും അഇമ്മതൻ വനജഅലഹുൽ വാരിസീൻ. നമ്മൾ ഈ നാട്ടിലെ ഈ സമൂഹത്തിലെ അരികവൽക്കരിക്കപ്പെട്ട ഡൗൺ റോഡനായിട്ടുള്ള കമ്പാർട്ട്മെന്റലൈസ് ചെയ്യപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. അവരെ ഉയർത്തിക്കൊണ്ടുവരണം, അവരുടെ ഉയരങ്ങളിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട്, അവരെ ഈ നാടിന്റെ മുന്നേറ്റത്തിന്റെ മുൻപന്തിയിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട്, അവരെ ഈ അംഗീകരിച്ചുകൊണ്ട്, അവരെ പുരോഗതിയിലേക്ക് നയിച്ചുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ള ദൗത്യത്തെയാണ് വിശ്വാസി എന്ന അർത്ഥത്തിൽ, SSFകാരൻ എന്ന അർത്ഥത്തിൽ, സാഹിത്യപ്രേമി എന്ന അർത്ഥത്തിൽ, സാംസ്കാരിക ജീവി എന്ന അർത്ഥത്തിൽ നമ്മളെല്ലാവരും ഏറ്റെടുക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധമായ വളരെ മനോഹരമായ ഈ സാഹിത്യോത്സവിന്റെ വേദിക്ക് എല്ലാ സന്തോഷങ്ങളും അറിയിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.